പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവം, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അതൊന്നും തന്നെ ആർക്കും നിരാകരിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പുതുമുഖമാണെങ്കിൽ പോലും KPCC അധ്യക്ഷൻ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുമോ? എനിക്ക് മന്ത്രിയാകാനൊന്നും അങ്ങനെ ഒരു അഭിലാഷമൊന്നുമില്ല. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. വലിയ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആർക്കാണ് ക്രെഡിറ്റ്? അത് ഈ നാട്ടിലെ 10,000-കണക്കായ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക്, അതുപോലെ ഈ പാർട്ടിയെ വിജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച ലക്ഷോപലക്ഷം സാധാരണക്കാരായ ആളുകൾ, അവരുടെ വിജയമാണിത്. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഞാൻ ഈ വിജയം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി? ആരായിരിക്കണം മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ചർച്ച കോൺഗ്രസിന് ഒരു കാലത്തൊരു തടസ്സം ഉണ്ടായിട്ടില്ല. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഒരു കീഴ്വഴക്കമുണ്ട്, ഒരു പരമ്പരാഗതമായ ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം വെച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിഞ്ഞ കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ളൂ. നമ്മുടെ സമീപകാലത്ത് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ഞാൻ KPCC അധ്യക്ഷനായ സമയത്ത് ആരാണ് പാർലമെൻ്ററി പാർട്ടി നേതാവാകണമെന്ന് തീരുമാനിച്ചത്. അന്ന് ഇന്നത്തെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയായിരുന്നു അന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ നോമിനിയായിട്ട് ഇവിടെ വന്നത്. അദ്ദേഹം എല്ലാ MLA-മാരെ വിളിച്ചു, അത് കഴിഞ്ഞ് സീനിയർ നേതാക്കന്മാരെ വിളിച്ചു, ഘടകകക്ഷികളുമായിട്ട് ചർച്ച നടത്തിയിട്ട് ആ റിപ്പോർട്ട് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിനു ശേഷമാണ് നമ്മുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തത്. ആ സമ്പ്രദായം തന്നെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പോവുക എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവരും വ്യക്തിപരമായ അടുപ്പമുള്ള ആളുകളാണ്. KC വേണുഗോപാലാണെങ്കിലും VD സതീഷാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും. അപ്പം എങ്ങനെയാണ് അതിനൊരു വിലയിരുത്തുന്നത്? അവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര സത്യസന്ധവും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചത്. വളരെ കെട്ടുറപ്പോടു കൂടി, എന്തെന്നില്ലാത്ത ഐക്യത്തോടു കൂടിയാണ് പ്രവർത്തിച്ചത്. അവരെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ, പ്രവർത്തകന്മാർ അവരുടെ പങ്കാളിത്തം നിസ്സാരമല്ല. അവർ വഹിച്ച പങ്ക് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരിക്കലും കാണാത്ത രൂപത്തിലുള്ള ആത്മാർത്ഥതയാണ് പാവപ്പെട്ട പ്രവർത്തകന്മാരൊക്കെ തന്നെ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇതിനൊക്കെ പുറമേ ഞാൻ പറഞ്ഞല്ലേ, ഒരു സുനാമി ആഞ്ഞടിച്ചതുപോലെയാണ് പിണറായി വിജയൻ്റെതായിട്ടുള്ള വികാരം ഇവിടെ ആഞ്ഞടിച്ചത്. ഞാൻ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഞങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതിനേക്കാളേറെ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതിനേക്കാളേറെ ജനങ്ങളുടെ മനസ്സിൽ രൂഢമൂലമായിട്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അമർഷം അങ്ങനെ ആളിപ്പടരുകയായിരുന്നു. അതിൻ്റെ പ്രതിഫലനമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞാൻ നോക്കിക്കാണുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ KC ആവണോ, VD ആവണോ, അതല്ല രമേശ് ചെന്നിത്തല ആവണോ എന്നുള്ള ചർച്ചകൾ സജീവമാണ്. ഞാനൊരു ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ അതിൽ ആകണമെന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ പറയില്ല. ഈ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന സമീപനം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരിക്കുമെന്ന കാര്യത്തിന് സംശയമില്ല. അതിന് ചില കീഴ്വഴക്കമുണ്ട്. അതാണ് ഞാൻ കീഴ്വഴക്കത്തെക്കുറിച്ച് പറഞ്ഞത്. പൊതുവെ ആളുകൾക്ക് പറയുന്നത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനെ നയിച്ചത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നൽകണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. അതേസമയം തന്നെ KC വേണം എന്നുള്ള ആവശ്യവും RC വേണം എന്നുള്ള ആവശ്യമൊക്കെ ഉയരുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് വീണ്ടും ഇത്തരമൊരു ചോദ്യം ഉയരുന്നത്. പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിൽ കാണിച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവം, അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം, അതൊന്നും തന്നെ ആർക്കും നിരാകരിച്ചുകൊണ്ട് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പുതുമുഖമാണെങ്കിൽ പോലും KPCC അധ്യക്ഷൻ അദ്ദേഹം വഹിച്ച പങ്ക് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കുമോ? ഇതിൽ പങ്കെടുക്കാത്തവരാരാളുള്ളത്? ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചിട്ട് കൃത്യമായിട്ടും മുസ്ലിം ലീഗിൻ്റെ കേരള നേതൃത്വം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിമാൻഡ് ഇപ്പോഴില്ല എന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എപ്പോഴും മുസ്ലിം ലീഗ് കാണിക്കാറുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു പുതിയ മന്ത്രിസഭ വരുമ്പോൾ അതിനകത്ത് ഉണ്ടാകേണ്ട ഒരു വ്യക്തി കൂടിയാണ് ശ്രീ മുല്ലപ്പള്ളി. എനിക്ക് മന്ത്രിയാകാനൊന്നും അങ്ങനെ ഒരു അഭിലാഷമൊന്നുമില്ല. ഇപ്പോൾ BS-നൊക്കെ നൽകിയതുപോലെ ഈ ഭരണപരിഷ്കരണ കമ്മീഷൻ അങ്ങനെയുള്ള സ്ഥാനങ്ങൾ നൽകാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഞാൻ ഏതെങ്കിലും അധികാരത്തിൻ്റെ പിന്നാലെ പോയിട്ടുള്ള ചരിത്രം നിങ്ങൾക്ക് ആർക്കും പറയാൻ സാധിക്കുമോ? ഞാനൊരു ഓഫീസ് സീക്കറല്ല. നിങ്ങളതാണ് മനസ്സിലാക്കേണ്ടത് എന്നെക്കുറിച്ചിട്ട്. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ എല്ലാ കാലത്തും ഞാൻ സത്യസന്ധമായും കൃത്യമായിട്ടും നിർവഹിച്ചിട്ടുണ്ട്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ എല്ലാ സ്ഥലത്തും ഞാൻ നിറഞ്ഞു നിൽക്കായിരുന്നു. എല്ലാ ദിവസവും അങ്ങനെ തരുന്നത്. ഞാൻ KPCC അധ്യക്ഷ പദവി മാറിയ ശേഷം ഒരു ദിവസം പോലും ഞാൻ വിശ്രമം എടുത്തിട്ടില്ല. വലിയ വിജയമാണ്. അതിൽ ജനങ്ങൾക്കാണ് നന്ദി പറയുന്നത്. കോഴിക്കോട് നിന്ന് ഷബീർ കല്ലിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.